ഡി സുരേഷ് കുമാർ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്വം തന്നിൽ അർപ്പിതമായി ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയ പക്ഷപാതിത്വം മാറ്റി നിർത്തി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതൊരാൾക്കും അറിയാം അദ്ദേഹം എന്തിനാണ് മുഖ്യമന്ത്രിയെ കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാക്കുന്നത്. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന പ്രശ്നങ്ങളെ ആ പ്രതിസന്ധിയെ മുറിച്ച് കടക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേതൃത്വം വഹിക്കേണ്ടതാണ്. പാതിരാത്രി മഴ പെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കേരളത്തിൻ്റെ മധ്യഭാഗത്തുണ്ട്, എറണാകുളത്തുണ്ട്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ദുരന്ത നടന്ന പ്രദേശത്തേക്കല്ല അദ്ദേഹം പോയത് നേരെ ഇതിന് വിപരീതമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. അദ്ദേഹം പങ്കെടുത്തത് ഔദ്യോഗികമായ സർക്കാരിൻ്റെ ഔദ്യോഗികമായ പരിപാടികളിലല്ല. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലല്ല, പകരം അദ്ദേഹം നേരത്തെ ഏറ്റിരുന്ന സ്വകാര്യ ചടങ്ങുകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാനാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത്. ഇത് ഏത് താല്പര്യത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇവിടെ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അദ്ദേഹം നേരെ പോയത് സ്വകാര്യമായ പരിപാടികളിൽ പങ്കെടുത്തു, ഉച്ചയ്ക്ക് പോയി നന്നായി അത് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ഞാനത് കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് ഓരോരുത്തരുടെയും ശീലമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ്, ജനങ്ങൾ അവരവരുടെ ജീവന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരുന്നൊരു സന്ദർഭത്തിൽ ഏകദേശം അതിരാവിലെ തന്നെ അവിടെ ഒരമ്മയും മകനും മരണപ്പെട്ടു കോട്ടയത്ത്. ആ മകൻ്റെ മൃതദേഹം ആദ്യം കണ്ടെത്തി. അമ്മയുടെ മൃതദേഹത്തിന് വേണ്ടി വലിയ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തിറങ്ങി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? അതാണ് പ്രസക്തമായ ചോദ്യം. ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റി കംപ്ലീറ്റ് കാര്യങ്ങളെയും ഏകോപിപ്പിച്ച് അതിന് നേതൃപരമായ പങ്ക് വഹിക്കേണ്ടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഭാഗത്തുണ്ടായിരുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ആദ്യം സമ്മതിക്കണം. അദ്ദേഹം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് അക്കാര്യത്തിനല്ല. അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ 1നും 2ലും 3ലും ഈ കാര്യം ഉണ്ടായിരുന്നില്ല. ഇതാണോ കേരളത്തിലെ മുൻകാല സ്ഥിതി? നിങ്ങൾ നോക്കൂ, ആ പ്രളയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി, അദ്ദേഹത്തെ ബാധിച്ചിരുന്ന രോഗാവസ്ഥ കേരളീയരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. 18 ദിവസക്കാലം ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് പോകാതെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് നിന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിവിധ ഘടകങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും താഴെത്തട്ടിലെ പഞ്ചായത്തിലെയും അതിൻ്റെ ഉദ്യോഗസ്ഥരെയും ദൈനംദിനം, ഞാൻ അന്നൊരു പ്രധാനപ്പെട്ടൊരു ജനപ്രതിനിധിയായിരുന്ന ആളാണ്, അന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അല്ലാതെ ഫിസിക്കലായി നിരവധിയായിട്ടുള്ള യോഗങ്ങൾ വെച്ചുകൊണ്ട് സസൂക്ഷ്മം ഏതെല്ലാം മേഖലയിൽ തങ്ങളുടെ ശ്രദ്ധ എത്തിച്ചേരണം അവിടെയെല്ലാം ആ ശ്രദ്ധ എത്തിച്ചേർന്നുകൊണ്ട് ഒരു വലിയ ദുരന്തത്തിൽ നിന്നും കേരളത്തെ കൈപിടിച്ച് കരകയറ്റിയതിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം, പ്രീവിയസ് ഹിസ്റ്ററി കേരളത്തിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലുണ്ട്. അവിടെയാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ പറക്കുന്നതിനോ എവിടെയെങ്കിലും പോയി വിരുന്നുണ്ണുന്നതിനോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുലാഭാര നേർച്ചയെക്കുറിച്ചോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഓരോരുത്തരുടെയും ശീലമാണ്. ഇവിടെ വളരെ സിമ്പിളായി പറയാം, ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. ഇവിടെ നന്നായി മനോഹരമായി കേരളത്തിലെ ജനതയെ ഇത്തരത്തിലുള്ള കരുതലോടുകൂടി കാത്തു സംരക്ഷിച്ചൊരു ഗവൺമെൻറ് ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ചരിത്രമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പലപ്പോഴും ഇത്തരം കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അന്ധമായ രാഷ്ട്രീയം പറയുന്നത്? നമ്മളൊരു വലിയ ഭീതിതമായ ഒരു സാഹചര്യത്തിന് മുന്നിലല്ലേ? എന്തിനാണിത് പറയുന്നതെന്ന് അറിയാമോ? ഇത് രാഷ്ട്രീയ വിമർശനമാണ്. നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം, ഭരണപരമായ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കും. അവിടെയാണ് നിങ്ങളുടെ പരിഗണന ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമല്ല, മറിച്ച് നിങ്ങളുടെ സൗഹൃദങ്ങൾക്കും അവരുടെ ജുവലറി ഉദ്ഘാടനത്തിനും അവരുടെ വിരുന്നുണ്ണലിനുമായി നിങ്ങൾ മാറ്റിവെക്കപ്പെടുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയമായി ആക്രമിക്കപ്പെടും. അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയുന്നവരാണ് ഇടതുപക്ഷക്കാരെന്ന ഒരു വല്ലാത്ത നിലയിലുള്ള ചാപ്പ കുത്താനുള്ള പരിശ്രമം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് ഞങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഗ്രാമാന്തരങ്ങളിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ചർച്ചയിലടക്കം വരുന്നത്. അവിടെ ഞങ്ങളുടെ DYFIയുടെ പ്രവർത്തകർ, മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ
NGO യൂണിയൻ്റെ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രംഗത്തിറങ്ങി അവിടെ എത്തിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചുകൊണ്ട് ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുണ്ടായ ഉടൻ തന്നെ അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രപ്രസ്താവന നടത്തി. അടിയന്തരമായി ഈ പാർട്ടിയിലെ മുഴുവൻ സഖാക്കളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രംഗത്തിറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ദിവസം കഴിഞ്ഞ് 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം പോലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലോ മറ്റ് വെബ്സൈറ്റുകളിലോ ഈ ദുരന്തത്തിൻ്റെ തീവ്രതയെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും പ്രവർത്തനത്തെ സംബന്ധിച്ചോ ഒരു വരി അതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാം. ഇത് മന്ത്രിമാരെ, വകുപ്പ് മേധാവികളെ, ഉദ്യോഗസ്ഥരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒക്കെ ഏകോപിപ്പിച്ച് നടത്തേണ്ടുന്ന യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടുന്ന സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അല്ല, താങ്കൾ പറഞ്ഞു തന്നെയാണ് ആ ചോദ്യവും. അത് തന്നെ ഈ പ്രയോറിറ്റി എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.